അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിൽ നിങ്ങൾ പകച്ചു നിന്നിട്ടുണ്ടോ? ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ മനമൊരുകി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്വർണ്ണ താക്കോലുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ച വെറും 4 വരികൾ മാത്രമുള്ള സൂറത്തുൽ ഇഖ്ലാസ്. ഇതിൻ്റെ അർത്ഥമറിഞ്ഞ് ഓതിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്ത് ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. എന്താണെന്നറിയുമോ കാരണം? ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ തൗഹീദ് അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് ഈ 4 വരികളിൽ പൂർണ്ണമായി അടങ്ങിയിരിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇത്. നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്നത് മനുഷ്യരിൽ പ്രതീക്ഷ വെക്കുമ്പോഴാണ്. എന്നാൽ അഹദ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ വാതിലുകളും അടച്ച് അള്ളാഹുവിൻ്റെ വാതിൽ മാത്രം തുറക്കുന്നു. റബ്ബേ, എനിക്ക് നീ മാത്രം മതി എന്ന ആ തിരിച്ചറിവ് ബിലാൽ റളിയല്ലാഹു അൻഹു നൽകിയ അതേ കരുത്ത് നിങ്ങൾക്ക് നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ അല്ലാഹു സമദ് എന്ന് ഹൃദയം കൊണ്ട് വിളിക്കൂ. അവൻ ആരെയും ആശ്രയിക്കാത്തവനും എല്ലാവരും ആശ്രയിക്കുന്നവനുമാണ്. നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് കണക്കാക്കൽ. എന്നാൽ അവനെ ഒരു ഓപ്ഷനാക്കി നോക്കൂ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. തറവാട് മഹിമയോ പണമോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ അടുത്ത് വലുതായിട്ടുള്ളത്. മക്കളില്ലാത്തവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. പ്രപഞ്ചനാഥനും മക്കളില്ല, അത് അവൻ്റെ കുറവല്ല, പൂർണ്ണതയാണ്. നിങ്ങളുടെ മഹത്വം അളക്കുന്നത് നിങ്ങളുടെ ഭക്തി അഥവാ തഖ്വ കൊണ്ടാണ്. ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. ദിവസവും 10 തവണ ഓതിയാൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാവും. ദാരിദ്ര്യം മാറാൻ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞ് ഒരു വട്ടം ഇഖ്ലാസ് ഓതുക. ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകില്ല. സംരക്ഷണത്തിൽ രാവിലെയും വൈകുന്നേരവും 3 വട്ടം ഓതിയാൽ കണ്ണേറ്, മന്ത്രവാദം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ ഈ 4 വരികളെ ശ്വാസം പോലെ കൂടെ കൂട്ടുക നിങ്ങളുടെ ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും പലരെയും ഭയപ്പെടുന്നവരല്ലേ? ആ മുതലാളി വിചാരിച്ചാൽ എൻ്റെ ജോലി പോകുമോ? ആ ശത്രു വിചാരിച്ചാൽ എനിക്ക് ദോഷം വരുമോ എന്നൊക്കെ നമ്മൾ പേടിക്കാറുണ്ട്. ഇവിടെയാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന വചനത്തിൻ്റെ പ്രസക്തി. അള്ളാഹുവിന് തുല്യനായി ആരുമില്ല. ഒരു രോഗത്തിനോ ഒരു മനുഷ്യനോ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ നിങ്ങളെ തൊടാൻ പോലും കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫിർഔൻ്റെ സൈന്യവും വന്നപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടില്ല. കാരണം അള്ളാഹുവിന് തുല്യനായി ആരുമില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സങ്കടപ്പെടാറില്ലേ? അവനെപ്പോലെ എനിക്ക് സൗന്ദര്യമില്ല, പണമില്ല എന്നൊക്കെ. എന്നാൽ ഈ സൂറത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹു യൂണിക് ആണെന്നാണ്. അള്ളാഹു പ്രതിനിധിയായ നിങ്ങളും ഈ ഭൂമിയിൽ യൂണിക്കാണ്. മറ്റൊരാളെപ്പോലെ ആകാൻ നിങ്ങൾക്ക് ശ്രമിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്, മറ്റൊന്നിൽ നിന്നും അത് ലഭിക്കുകയില്ല. മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ ഹൃദയശുദ്ധിയോടെ 200 തവണ ഈ സൂറത്ത് ഓതിയാൽ 50 വർഷത്തെ പാപങ്ങൾ വരെ പൊറുക്കപ്പെടുമെന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതാണെന്ന് നോക്കൂ. വെറും 10 മിനിറ്റ് സമയം മാറ്റിവെച്ചാൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാം. വീട്ടിൽ എപ്പോഴും വഴക്കും ബഹളവുമാണോ? സമാധാനമില്ലാത്ത അവസ്ഥയാണോ? എങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ സലാം പറയുക. ആരുമില്ലെങ്കിൽ നബിയുടെ പേരിൽ സലാം പറയുക. എന്നിട്ട് ഒരു വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം പടിയിറങ്ങും എന്ന് മാത്രമല്ല, ആ ബർക്കത്ത് നിങ്ങളുടെ അയൽ വീടുകളിലേക്ക് വരെ എത്തും. നാളെ പരലോകത്ത് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ, നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ സൂറത്ത് വരും. അള്ളാഹുവിനെ എങ്ങനെ നമ്മുടെ ഉറ്റ സുഹൃത്താക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറും 4 വരികൾ കൊണ്ട് നമ്മളുടെ ദുനിയാവും ആഖിറവും നന്നാക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ സൂറത്ത് നാളെ സ്വർഗത്തിൽ വരും. സൂറത്ത് പറയും, ഇവൻ എന്നെ സ്നേഹിച്ചിരുന്നു, ഇവനെ നീ സ്വർഗത്തിൽ പ്രവേശിക്കണമേ എന്ന്
അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്നത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്താണ്. എന്നാൽ ഒരു സത്യമുണ്ട്, മനുഷ്യൻ മാറും, പക്ഷേ സമദ് ആയ അള്ളാഹു മാറില്ല. ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവർ നാളെ നിങ്ങളെ വെറുത്തെന്നു വരാം. കൂടെയുള്ളവർ മരിച്ചു പോയെന്നു വരാം. എന്നാൽ നിങ്ങൾ ഗർഭപാത്രത്തിൽ തനിച്ചായിരുന്നപ്പോഴും നാളെ ഖബറിൽ തനിച്ചാകുമ്പോഴും കൂടെയുണ്ടാകുമെന്ന് ഏക ഉറപ്പുള്ള ശക്തി അള്ളാഹുവാണ്. ആ ഏകാന്തതയിൽ അള്ളാഹു സമദ് എന്ന് ഓതു നോക്കൂ. ആ സങ്കടം മാഞ്ഞു പോകും. നെഞ്ചിൽ വലിയ പാറക്കല്ല് വെച്ച് ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചത് അഹദ് അഹദ് എന്നാണ്. ആ ഒരൊറ്റ വാക്കിന് ആ പാറക്കല്ലിനേക്കാൾ ഭാരമുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും കടത്തിൻ്റെ ഭാരമോ രോഗത്തിൻ്റെ ഭാരമോ നെഞ്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ ബിലാൽ റളിയല്ലാഹുവിനെ പോലെ ഹൃദയത്തിൽ തൊട്ട് അഹദ് എന്ന് വിളിക്കാൻ കഴിയുമോ? ആ വിളി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് വിശ്വസിക്കാം. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് വലിയ പേടിയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ആരുടെയെങ്കിലും കണ്ണീർ തട്ടുമോ എന്നൊക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ സൂറത്തുകൾ ഓതി കൈകൾ ഊതി ശരീരം മുഴുവൻ തടവുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് ഇത് ഓതിക്കൊടുക്കുക. അള്ളാഹുവിൻ്റെ അദൃശ്യമായ ഒരു കാവൽ അവർക്ക് ചുറ്റും ഉണ്ടാകും. ഇതിലും വലിയൊരു ഓപ്ഷൻ വേറെയില്ല. ഈ അറിവ് കേവലം തലച്ചോറിൽ ഇരുന്നാൽ പോരാ, ഇത് നമ്മുടെ ശ്വാസം പോലെ കൂടെയുണ്ടാകണം. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാനും ഈ സൂറത്തിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാനും നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവർക്കും ദിവസവും ഈ സൂറത്ത് ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.